മുഖ്യമന്ത്രിക്കും മകൾക്കും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ തിരിഞ്ഞ പി.വി. അൻവർ എം.എൽ.എ നേരിടാൻ ഒറ്റക്കെട്ടായി സി.പി.എം നേതൃത്വം. പാർട്ടി അച്ചടക്ക നടപടി പരിമിതി ഉണ്ട് എങ്കിലും പാർലമെന്ററി രംഗത്ത് അൻവറുമായുള്ള ബന്ധം വിച്ഛേദിക്കാനാണ് സി.പി.എം തീരുമാനം. എം.എൽ.എ സ്ഥാനം രാജിവെക്കാതെ നേർക്കുനേരുള്ള പോരാട്ടത്തിലാണ് അൻവറുമുള്ളത്. പത്രസമ്മേളനത്തിൽ ഉന്നയിക്കാത്ത വിമർശനങ്ങളാണ് മീഡിയ വണിന് നൽകിയ അഭിമുഖത്തിൽ പി.വി. അൻവർ ഉയർത്തിയത്. മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെയാണ് ഇടപെടുന്നത്. മകളുടെ കേസുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം അജിത്കുമാർ RSS നേതാക്കളെ കണ്ടത് തുടങ്ങിയ ആരോപണങ്ങളാണ് അൻവർ മീഡിയ വണിൽ ഉയർത്തിയത്. കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അൻവറിനെ കൂട്ടത്തോടെ നേരിടാനാണ് സി.പി.എം തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി, എ റഹീം MP, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് അടക്കമുള്ളവർ അൻവറിനെതിരെ രംഗത്ത് വന്നത്. അൻവർ തീയായി മാറിയപ്പോൾ പൊള്ളിയത് പിണറായി വിജയനും കുടുംബത്തിനുമാണ്. യുദ്ധമുഖം തുറക്കുമ്പോൾ അൻവറിന്റെ ലക്ഷ്യം MR അജിത്കുമാറും P ശശിയുമായിരുന്നുവെങ്കിലും പിന്നീട് കളം മാറി. മുഖ്യമന്ത്രിയെ നേരിട്ടായിരുന്നു പിന്നീട് അൻവർ ലക്ഷ്യം വെച്ചത്. ഇതോടെ CPM നേതാക്കൾ അൻവറിനെ ശത്രുപക്ഷത്താക്കി കഴിഞ്ഞു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും അൻവറിനെതിരെ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നും നാളെയുമായി കൂടുതൽ പ്രതികരണങ്ങളുണ്ടാകും. അതേസമയം അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ ചർച്ചയായി ഉയർന്നുവരും. മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ, കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കാത്തത് അടക്കമുള്ള വിഷയങ്ങൾ സമ്മേളനങ്ങൾക്കുള്ള ചർച്ചാ വിഷയമായിട്ടാണ് അൻവർ ഇട്ടു നൽകിയിരിക്കുന്നത്. പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ട് എന്ന് വിലയിരുത്തുമ്പോഴും അവർക്കിനി നിലമ്പൂർ MLA തള്ളിപ്പറയേണ്ടി വരും. ചുരുക്കത്തിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ കളരിയിൽ അടവിന്റെയും തടവിന്റെയും ദിവസങ്ങളാണിനി. മീഡിയ 1 തിരുവനന്തപുരം.